ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2100 സ്ക്വയർ ഫീറ്റിൽ 32 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. സാദിഖ് അലി നസീഫ ദമ്പതിമാരുടെ വീടാണിത്. 11 സെൻറ് സ്ഥലത്ത് 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളാണ് ഈ കാണുന്നത്. സിമ്പിൾ ഡിസൈൻ ആണ്. മുകൾ ഭാഗത്ത് പ്ലാസ്റ്ററിങ്ങിൽ കട്ടിങ് ചെയ്തിട്ടുണ്ട്. റോഡിൽ നിന്ന് ഒന്ന് ഉയർന്നിട്ടാണ് വീട് നിൽക്കുന്നത്. ഇവിടെ മെയിൻ ഗേറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് GI പൈപ്പ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇനി മുറ്റത്തേക്ക് വരുമ്പം വിശാലമായിട്ട് ഫ്രണ്ടിൽ മുറ്റം കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് ബേബി മെറ്റലാണ് വിരിച്ചിട്ടുള്ളത്. സൈഡിലായിട്ട് പ്ലാന്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ A to Z കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എൻജിനീയർ ആയിട്ടുള്ള ആഷിഖാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാ കാലത്തും നിലനിൽക്കുന്ന തരത്തിലുള്ളൊരു എലിവേഷനാണ് വീടിന് നൽകിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. സ്ലോപ്പ് റൂഫും ഫ്ലാറ്റ് റൂഫും നൽകിയിട്ടുണ്ട്. കൂടാതെ ഗ്ലാസ് വർക്ക്, ടെക്സ്ചർ പെയിൻറ് എന്നിവയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പെയിൻറ്റിൻ്റെ കളറും ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള വാളിൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലൊരു റിങ്ങും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു വാളാണ് എലിവേഷനിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടിന് 2 ചെറിയ സ്റ്റെപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ പ്ലാന്റ് ബോക്സ് ചെയ്തിരിക്കുന്നു. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മാർബിളാണ്. സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത് 400x270 ആണ്. 2 സിംഗിൾ വിൻഡോസാണ് ഫ്രണ്ടിലേക്കായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് 2 ക്യൂട്ടായിട്ടുള്ള ചെയറുകളും നൽകിയിരിക്കുന്നു. മെയിൻ ഡോറ് ചെയ്തിട്ടുള്ളത് ഇരുളിലാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു തേക്ക് ഡിസൈന് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിൻ്റെ സെൻട്രലായിട്ടൊരു പാർട്ടീഷൻ വരുന്നുണ്ട്. സീലിങ്ങിൽ LED ലൈറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രൈവസിയോട് കൂടിയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വാളിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് അതിൽ GI വർക്ക് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ളൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലിവിങ്ങിലേക്ക് കിടക്കുകയാണ്. ഇതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ലിവിങ്ങിൻ്റെ ഈ ഒരു വാളിലായിട്ട് വാൾ ഡെക്കർ നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് 255x330 ആണ്. മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ടീ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 സീറ്റോട് കൂടിയിട്ടുള്ളൊരു കോർണർ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സീലിങ്ങിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. കർട്ടൻ ചെയ്തിട്ടുള്ളത് സീബ്ര ബ്ലിൻസ് കർട്ടൻ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് പ്രെയർ റൂം ചെയ്തിട്ടുള്ളത്. ലിവിങ്ങിൽ നിന്നാണ് ഇതിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വരുന്നത് 255x180 ആണ്. ഈ ഒരു വാളിൽ അള്ളാഹ് മുഹമ്മദ് എന്നുള്ള 2 സ്റ്റിക്കർ ചെയ്തിട്ടുള്ളതാണ്. ഇനി തിരിച്ച് ഈ ഒരു ഹാളിലേക്ക് തന്നെ വരാം. ഹാളിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാള് ശരിക്ക് ഡൈനിങ് ഏരിയ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു കിച്ചൺ ഏരിയയാണ് ഇവരിപ്പോൾ ഡൈനിങ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു പാർട്ടീഷൻ വാള് നൽകിയിരിക്കുന്നു. ഇതൊരു റൂമിന് പ്രൈവസി കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. മൾട്ടിവുഡിലും GIയിലുമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മൾട്ടിവുഡിൽ CNC കട്ടിങ് കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു സെൻട്രൽ കാണുന്ന വർക്ക് കേട്ടോ. ഇനി നമ്മൾ നേരെ കിടക്കുന്നത് ബെഡ്റൂമിൻ്റെയും കിച്ചൻ്റെയും സ്റ്റെയറിൻ്റെ ഒക്കെ ഭാഗത്തേക്കാണ്. ഈ ഒരു ഹാളിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പാർട്ടീഷൻ കഴിഞ്ഞിട്ടാണ്. ഈ ഒരു ഹാളിൻ്റെ
ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ഒരു ബെഡ്റൂമും ഡൈനിങ്ങും കിച്ചണും വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്കായിട്ട് കോമൺ ബാത്റൂമും ഒരു ബെഡ്റൂമും വന്നിട്ടുണ്ട്. വീടിൻ്റെ പ്ലാന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഇവിടെ ചെറിയൊരു പാസേജ് കൊടുത്തിട്ടാണ് ബെഡ്റൂം വന്നിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 343x360 ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പ്ലൈവുഡിൽ ചെയ്തിട്ടുള്ളൊരു കോട്ടാണ്. മൈക്ക ലാമിനേറ്റഡ് ആണ്. ഈ ഒരു സൈഡിലായിട്ടൊരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വാളിലായിട്ട് വാൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് വിൻഡോസ് വന്നിട്ടുണ്ട്. നമ്മൾ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ബാത്റൂം വന്നിട്ടുള്ളത്. ആ ഒരു വാളിലായിട്ടാണ് വാർഡ്രോബും ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് FRP ഡോറാണ്. ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 225x140 ആണ്. വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ടൈല് ചെയ്തിട്ടുള്ളത്. ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബെഡ്റൂമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെയും ഒരു പാസേജ് വരുന്നുണ്ട്. ഈ ഒരു പാസേജിലായിട്ടൊരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത്. ബാത്റൂമിന് മുകളിലായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ടൈല് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ബെഡ്റൂം കാണാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 296x330 ആണ്. സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഹെഡ് ഭാഗത്തായിട്ട് കുഷ്യൻ വരുന്നുണ്ട്. ഇവിടെ കർട്ടൻ നൽകിയിട്ടുള്ളത് സീബ്ര ബ്ലിൻസ് ആണ്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് വാർഡ്രോബും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വാളിൽ ഇതുപോലൊരു സ്റ്റിക്കറും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റെയറിൻ്റെ ഏരിയ കാണാം. ഈ ഒരു ഭാഗമാണ് നമുക്ക് മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. സ്റ്റെയറിന് താഴെ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. ഇത് വാഷ് ഏരിയ ആണ്. താഴെ കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഏരിയ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ടോപ്പിൽ ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി ടൈലാണ്. നല്ല ഭംഗിയുള്ളൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിൽ ചെയ്തിട്ടുള്ളത് ചാർക്കോൾ പാനലാണ്. അതിൽ തന്നെ ഒരു വാൾ ഫ്രെയിമും ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ബേസിനാണ് ചെയ്തിട്ടുള്ളത്. ക്യൂട്ടായിട്ടുള്ളൊരു മിററും നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് മുമ്പ് കിച്ചണായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് അവരൊഴിവാക്കി പുറത്തേക്ക് ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളതാണ്. ഒരു കോർണറിലായിട്ടും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വരുന്നുണ്ട്. ഇവിടെ മുകളിലായിട്ട് റാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ സ്റ്റോറേജും വരുന്നുണ്ട്. 8 സീറ്റോട് കൂടിയിട്ടുള്ളൊരു ഗ്ലാസ് ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വുഡിലും കുഷ്യനിലുമാണ് ചെയർ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചണ് കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചണും ചെയ്തിട്ടുള്ളത്. കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 340x360 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഫ്രിഡ്ജിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു 4 സീറ്റ് ടേബിളും നൽകിയിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ കബോർഡ്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് കട്ട്ലറി ബോക്സ് ചെയ്തിട്ടുണ്ട്.
സിങ്കിന് മുകളിലായിട്ട് GTBT ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഗ്യാസ് സ്റ്റൗ വന്നിട്ടുള്ളത്. 3 ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് ബാക്കി കബോർഡ്സ് വരുന്നത്. പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് വിറകടുപ്പ് വരുന്നത്. കൂടാതെ ഇവിടെ സ്റ്റോർ റൂമും വരുന്നുണ്ട്. വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി ചെയ്തിട്ടുണ്ട്. സ്റ്റോർ റൂമിന് ഫൈബർ ഡോറാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ ഉള്ള സ്റ്റോർ റൂമാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. ഈ ഒരു രീതിയിലാണ് സ്റ്റെയർ വന്നിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് GIയിലാണ്. ഈ ഒരു ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് നോക്കിയാൽ സ്റ്റെപ്പിൽ നിന്ന് വിട്ട് താഴെ ഒരു GIയുടെ സപ്പോർട്ട് നൽകിയിട്ട് അതിലാണ് ബാക്കി സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് വീതി കുറവുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. മുകളിലെത്തിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആണിത്. നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ചെറിയ പാസേജ് നൽകിയിട്ട് ഒരു ഓപ്പൺ ടെറസും ഒരു ബെഡ്റൂമും നൽകിയിട്ടുള്ളതാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതിലൊരു ബാൽക്കണി കൂടി വരുന്നുണ്ട്. അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. താഴെ മാസ്റ്റർ ബെഡ്റൂമിന് മുകളിലായിട്ട് വരുന്ന റൂമാണ് കേട്ടോ. ആ ഒരു സൈസും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ബാൽക്കണിക്ക് നൽകിയിട്ടുള്ളത് ടഫൻഡ് ഗ്ലാസും GI പൈപ്പുമാണ്. GIയുടെ സപ്പോർട്ട് മുകളിലേക്ക് കൊടുത്തിട്ട് റൂഫ് ചെയ്തിട്ടുള്ളത് പോളി കാർബൺ ഷീറ്റിലാണ്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ഹാളാണ്. ഈ ഒരു ഹാളിലായിട്ടൊരു ഹാങ്ങിങ് സിങ് നൽകിയിട്ടുണ്ട്. വാളിലായിട്ട് വാൾ ഡെക്കോർ ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്നത് ബാൽക്കണിയാണ്. ബാൽക്കണിക്ക് ഡബിൾ ഡോറാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്കായിട്ട് പർഗോള നൽകിയിട്ടുണ്ട്. അതിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയുടെ ഫ്രണ്ടിലേക്കായിട്ട് 2 സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. ഈ ഒരു സൈഡിലേക്ക് GIയുടെ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് ടഫൻ ഗ്ലാസിലും GIയിലും ആണ്. മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലൈറ്റൊക്കെ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇവിടെ വരുന്ന നെക്സ്റ്റ് ബെഡ്റൂം കാണാം. സ്റ്റെയറിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതൊരു പ്ലേ റൂം ആക്കിയിട്ടാണ് ഇപ്പോൾ ഇവർ യൂസ് ചെയ്യുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ടോയ്സുകളുണ്ട് കേട്ടോ. അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.